നമസ്കാരം. ഒരിക്കൽ ഭാരതം ഭരിച്ചിരുന്ന മഗധയിലെ രാജസഭയിൽ നിന്ന് ഒരു ബ്രാഹ്മണനെ അപമാനിച്ചു പുറത്താക്കി. കാരണമെന്താണെന്നോ? അദ്ദേഹത്തിന് ഭംഗിയില്ലായിരുന്നു. കറുത്ത നിറം, ഉന്തിയ പല്ലുകൾ, മുടന്തുന്ന കാലുകൾ. രാജാവ് പരിഹസിച്ചു, ഈ വികൃതമായ രൂപമാണോ എന്റെ സഭയിലിരിക്കാൻ യോഗ്യൻ എന്ന്. അന്നാ ബ്രാഹ്മണൻ തന്റെ അഴിഞ്ഞുവീണ മുടി കെട്ടിവെക്കാതെ ഒരു ശപഥം ചെയ്തു, ഈ സാമ്രാജ്യം ഞാൻ തകർത്തെറിയും. അതെ, ആ ബ്രാഹ്മണനായിരുന്നു ചാണക്യൻ. അദ്ദേഹം വാളെടുത്തല്ല യുദ്ധം ചെയ്തത്, തന്റെ ബുദ്ധിശക്തി കൊണ്ടാണ്. തെരുവിലെ ഒരു സാധാരണ ബാലനെ, ചന്ദ്രഗുപ്ത മൗര്യനെ, അദ്ദേഹം ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി മാറ്റി. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠമിതാണ്: ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ രൂപം കണ്ടിട്ടല്ല, നിങ്ങളുടെ അറിവ് കണ്ടിട്ടാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും പുറം മോടിക്ക് പുറകെ പായുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾ കിട്ടാൻ ഫിൽട്ടറുകൾ ഉപയോഗിക്കുന്ന കാലം. എന്നാൽ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു മനോഹരമായ ഉദാഹരണം നൽകി. രൂപയൗവന സമ്പന്ന വിശാലകുലസംഭവ വിദ്യാഹീന ന ശോഭന്തേ നിർഗന്ധ ഇവ കിംശുഗാഹ്. ഇതിന്റെ അർത്ഥമിതാണ്: കാട്ടിൽ മുരിക്കിൻ പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? നല്ല ചുവന്ന നിറമാണ്, കാണാൻ അതിമനോഹരം. പക്ഷേ അതിന് മണമില്ല. അതുകൊണ്ടുതന്നെ ആരും അതിനെ പൂജയ്ക്കെടുക്കില്ല, തലയിൽ ചൂടില്ല. അതുപോലെയാണ് വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യനും. അവൻ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചാലും, അറിവില്ലെങ്കിൽ അവൻ ആ മണമില്ലാത്ത പൂവ് പോലെയാണ്. യൗവനം കുറച്ചുകാലം മാത്രമേ ഉണ്ടാകൂ. സൗന്ദര്യം പ്രായമാകുമ്പോൾ മാഞ്ഞുപോകും. പക്ഷേ നിങ്ങളുടെ തലച്ചോറിലുള്ള അറിവോ, അത് മരണം വരെ കൂടെയുണ്ടാകും. അതാണ് യഥാർത്ഥ സൗന്ദര്യം. പലപ്പോഴും നമ്മൾ വിചാരിക്കും പണവും അധികാരവുമാണ് ഏറ്റവും വലുതെന്ന്. എന്നാൽ ചാണക്യൻ ചോദിക്കുന്നു, വിദ്വത്വഞ്ച നൃപത്വഞ്ച നൈവ തുല്യം കഥാജന. ഒരു രാജാവിനെയും പണ്ഡിതനെയും ഒരിക്കലും തുലനം ചെയ്യരുത്. കാരണം വളരെ ലളിതമാണ്. രാജാവിനെ സ്വന്തം രാജ്യത്തു മാത്രമേ ജനങ്ങൾ ബഹുമാനിക്കൂ. അധികാരം പോയാൽ ആ ബഹുമാനവും പോകും. എന്നാൽ അറിവുള്ളവനെ നോക്കൂ. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ നമ്മൾ ഓർക്കുക. അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു. പക്ഷേ അതിനേക്കാളുപരി അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. അധികാരമൊഴിഞ്ഞ ശേഷവും ലോകം അദ്ദേഹത്തെ സ്നേഹിച്ചു. കാരണം സ്വദേശേ പൂജ്യതേ രാജ, വിദ്വാൻ സർവത്ര പൂജ്യതേ. അറിവുള്ളവൻ ലോകത്തെവിടെ പോയാലും പൂജിക്കപ്പെടുന്നു. നിങ്ങൾ വിദേശത്ത് പോയാലും, ജോലി നഷ്ടപ്പെട്ടാലും, നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ രാജാവാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ആ സമയത്ത് ചാണക്യൻ പറയുന്നത് വിദ്യ എന്നത് കാമധേനു പോലെയാണെന്നാണ്. ചോദിക്കുമ്പോൾ പാൽ ചുരത്തുന്ന സ്വർഗ്ഗത്തിലെ പശുവിനെ പോലെയാണ് അറിവ്. നിങ്ങൾ നാടുവിട്ടു പോകുമ്പോൾ നിങ്ങളുടെ പണം കള്ളന്മാർ മോഷ്ടിച്ചേക്കാം, വീട് നശിച്ചുപോയേക്കാം. പക്ഷേ നിങ്ങളുടെ അറിവ് ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. വിദ്യ എന്നത് പ്രച്ഛന്ന ഗുപ്തധനമാണ്. ആപത്കാലത്ത് നമ്മളെ രക്ഷിക്കുന്ന, ഒരിക്കലും കൈവിടാത്ത ഒരേയൊരു സുഹൃത്ത് വിദ്യാഭ്യാസമാണ്. ശരി, വിദ്യാഭ്യാസം പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ വിദ്യാഭ്യാസം പൂർണ്ണമായോ? ഇല്ല. ചാണക്യൻ പറയുന്നു, ജലബിന്ദു നിപാതേന ക്രമശഃ പൂര്യതേ ഘട. ഒരു കുടത്തിലേക്ക് ഓരോ തുള്ളി വെള്ളം വീതം വീണാൽ ക്രമേണ ആ കുടം നിറയും. അതുപോലെയാണ് അറിവും. എങ്ങനെയാണ് നമ്മൾ ആധുനിക കാലത്ത് ചാണക്യന്റെ പാത പിന്തുടരുക? നിത്യമുള്ള വായന. ദിവസവും 10 പേജെങ്കിലും വായിക്കുക. അത് പുസ്തകമാകാം, അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചാകാം. നല്ല സുഹൃത്തുക്കൾ. ചാണക്യൻ എപ്പോഴും പറയും, മൂഢന്മാരുമായി വാദിക്കരുത് എന്ന്. പകരം അറിവുള്ളവരുമായി ചങ്ങാത്തം കൂടുക. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക. തെറ്റുകളിൽ നിന്ന് പഠിക്കുക. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. സ്വന്തമായി തെറ്റുചെയ്ത് പഠിക്കാൻ മാത്രം ആയുസ് നമുക്കില്ല. പ്രായോഗിക അറിവ്. വെറും പുസ്തക അറിവ് പോരാ, അത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ പഠിക്കണം. ഓർക്കുക, പഠനമെന്നത് സ്കൂളിൽ അവസാനിക്കുന്നില്ല. അത് മരണം വരെ തുടരുന്ന ഒരു യാത്രയാണ്. സുഹൃത്തുക്കളെ, സൗന്ദര്യത്തിലോ പണത്തിലോ പദവിയിലോ അഹങ്കരിക്കരുത്. അതൊക്കെ ക്ഷണികമാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാകാം, ജോലിക്കാരനാകാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളാകാം. ഇന്നുതന്നെ സ്വയം ചോദിക്കുക, ഇന്നലത്തേക്കാൾ പുതിയ എന്തറിവാണ് ഞാൻ ഇന്നു നേടിയത്? ചാണക്യൻ തെളിയിച്ചു തന്നതുപോലെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശക്തി നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആ ബുദ്ധിയെ മൂർച്ച കൂട്ടുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവ് പകർന്നു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.